നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൊച്ചിയിൽ ഇത് സ്ട്രോങ് റൂം തുറന്നിരിക്കുകയാണ്. നമ്മൾ ഇത്രയും സമയം സ്ട്രോങ് റൂം തുറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ സ്ഥലത്തും അത് അതേപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിലും ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സ്ട്രോങ് റൂം തുറന്നിട്ടുണ്ട്. റിട്ടേണിംഗ് ഓഫീസറുടെയും മറ്റ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും ഒക്കെയും സാന്നിധ്യത്തിലാണ് ഓരോയിടത്തും സ്ട്രോങ് റൂമുകൾ തുറന്നിരിക്കുന്നത്. പ്രക്രിയകൾ ഔദ്യോഗികമായി തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്ട്രോങ് റൂമുകൾ പലയിടങ്ങളിലും തുറക്കുന്നതിന്റെ തത്സമയ ദൃശ്യവും കാഴ്ചകളും. ശാന്തകുമാർ തുടർന്നോളൂ. സേതു, അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിന് ഏറെ സ്വാധീനമുള്ള രണ്ട് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ രണ്ട് MLA-മാർ ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന ഇടമാണ് പൊന്നാനിയും തവനൂരും. ആ രണ്ട് മണ്ഡലങ്ങൾ കൂടി ഇപ്രാവശ്യം UDF വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. ഒപ്പം തന്നെ മണ്ഡലം മാറി മത്സരിക്കാനെത്തിയ V. അബ്ദുറഹ്മാൻ താനൂരിൽ നിന്നും തിരൂരിലേക്ക് എത്തി. തിരൂരിലും LDF വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. UDF-ഉം LDF-ഉം ശക്തമായ മത്സരം നടക്കുന്ന 3 മണ്ഡലങ്ങളാണ് ഈ തവനൂരും തിരൂരും ഒപ്പം തന്നെ ഈ പൊന്നാനിയും എന്നുള്ളത്. പക്ഷേ ഈ 3 മണ്ഡലങ്ങളിലും UDF അവരുടെ നേട്ടം, അവർ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലുമാണ്. ഈ KT ജലീൽ തവനൂരിൽ മത്സരിക്കുമ്പോൾ ഒപ്പം തന്നെ V. അബ്ദുറഹ്മാൻ തിരൂരിൽ മത്സരിക്കുന്നു. അതായത് ഒരു മന്ത്രി, ഒരു MLA എന്നിവർ തുടർന്ന് മത്സരിക്കുമ്പോൾ അവർക്ക് ആ മണ്ഡലങ്ങളെല്ലാം നിലനിർത്താൻ കഴിയുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF മലപ്പുറം ജില്ലയിലുണ്ടാക്കിയ നേട്ടം, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുണ്ടാക്കിയ നേട്ടം, അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നത്. മുസ്ലിം ലീഗ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്, വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. അവരുടെ പ്രചരണ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിഞ്ഞ സമയത്തുമെല്ലാം അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് മുഴുവൻ സീറ്റുകളും നേടാൻ കഴിയും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെയും പ്രതീക്ഷ. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച സീറ്റുകളായ പൊന്നാനിയും തവനൂരും ഉൾപ്പെടെ അവർക്ക് നേടിയെടുക്കാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് UDF-ഉം ഉള്ളത്. അങ്ങനെ മലപ്പുറം ജില്ല UDF-നെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ല വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ജില്ലയാണ്. UDF കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ വലിയ പങ്കാളിത്തം ഉണ്ടാവുന്ന ഒരു ജില്ല കൂടിയാണ് മലപ്പുറം എന്നുള്ളതുകൊണ്ട് തന്നെ മലപ്പുറത്തെ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം, മുസ്ലിം ലീഗിൻ്റെ പ്രാതിനിധ്യം എല്ലാം വളരെ വലിയ